അടുത്തതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലേ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു സുപ്പീരിയർ ഓഫീസർക്ക് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റേഴ്സ് എന്നാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസ് ഒക്കെ ഒരു മാനേജറുടെ അണ്ടറിലായിരിക്കും. അപ്പൊ അത്തരത്തില് ഈ വരുന്ന ഒരു ഗ്രൂപ്പിൽ എത്ര ആളുണ്ടായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജോലിയുടെ സ്വഭാവവും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ സൗകര്യങ്ങളും മാനേജറുടെ എബിലിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് ഈസ് superior officer can effectively manage is called as principle of span of control. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ഓർഗനൈസിംഗിന്റെ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിരുന്നത്. ഇനി ആറാമതായിട്ട് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ ആണ്. ഓൾ ദ റൂട്ടീൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ സബോർഡിനേറ്റ്സ്. സീനിയർ മാനേജേഴ്സ് വിൽ ഓൺലി ഡീൽ വിത്ത് എക്സെപ്ഷണൽ മാറ്റേഴ്സ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും സീനിയർ അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ശ്രദ്ധ കൊടുക്കണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ അവർക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും, അവർക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ എന്താണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. കാരണം ചില കാര്യങ്ങൾ എന്താണ് routine decisions are taken by the subordinates. Senior managers will only deal with the exceptional matters. അല്ലെ, അത് എല്ലാ ദിവസവും ഒരു ദിവസത്തെ റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരു ദിവസത്തെ വർക്ക് ഷെഡ്യൂളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവിടെ എന്ത് ചെയ്യും, സീനിയർ മാനേജേഴ്സ് ഇടപെടും എന്നുള്ളതാണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി മീൻസ് എന്താണ്? The organizational setup should be flexible to adjust to the changing environment of business. അല്ലെ, ഏതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എൻവിറോൺമെന്റ് ഒന്നാണ് ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ വഴി കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ മാറ്റവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ബിസിനസ്സിന് പറ്റിയിരിക്കണം അല്ലെ. ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് അടുത്തത്. ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഗോൾസ് ആർ ട്യൂൺഡ് ടു അച്ചീവ് എ കോമൺ ഗോൾ. സോ ദർ ഷുഡ് ബി കോഓർഡിനേഷൻ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ്. അതായത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് അല്ലെ. അതായത് ഡയറക്ഷൻ എല്ലാ ഭാഗത്തു നിന്നും എന്താണ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, 4 മാനേജർമാർ ഒരുമിച്ചിരുന്നു കൊണ്ട് എന്താണ് കമ്പനിയിലെ എംപ്ലോയീസിന് എന്താണ് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് വലിയ രീതിയിലെ പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഏത് സ്ഥലത്തു നിന്നാണ്, ഏത് സെക്ഷൻ നിന്നാണ് കൃത്യമായിട്ട് ഡയറക്ഷൻ പോകേണ്ടത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് മീൻസ് എന്താണ്? Different units functioning separately under an organization setup. So it is essential that the sequence of work should be arranged scientifically. കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ടൊരു ബാലൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതിന് അതുപോലെ എന്താണ് ദ സ്കാലാർ പ്രിൻസിപ്പിൾ മീൻസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഷുഡ് നോ ഹു ഈസ് സുപ്പീരിയർ ആൻഡ് ഹും ഈസ് ആൻസറബിൾ അല്ലെ. അതായത് എന്താണ് സ്കാലാർ പ്രിൻസിപ്പിൾ മീൻസ് എന്താണ്? ആരൊക്കെയാണ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് ആരൊക്കെയാണ് സുപ്പീരിയർ ഓഫീസേഴ്സ്, ആരൊക്കെയാണ് സബോർഡിനേറ്റ്സ് എന്നുള്ള കാര്യം എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്കാലാർ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിരിക്കണം അല്ലെ. Then principle of efficiency, minimum numbers in less time with minimum resources and with the right ടൈം എന്നുള്ളതാണ് ഈ എഫിഷ്യൻസിയുടെ രഹസ്യം അല്ലെ. എന്താണ് എഫിഷ്യൻസി മീൻസ്? എന്താണ് നമ്മൾ മിനിമൽ കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എഫിഷ്യൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് എന്താണ് വളരെ ചെറിയ ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം അല്ലെ. അത് ഓർഗനൈസിങ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈച്ച് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് കംപ്ലീറ്റഡ് ബൈ ഹിം
So the responsibility of the subordinate should be clearly defined. അല്ലെ, അതായത് ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എംപ്ലോയിക്ക്, ഒരു തൊഴിലാളിക്ക് എത്രത്തോളം ഉത്തരവാദിത്തങ്ങളുണ്ടോ, അതിനകത്ത് വരുന്ന പിഴവുകൾ അയാൾ ഏതൊക്കെ രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം, കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം എന്താണ് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി മീൻസ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി ഇൻ സച്ച് എ മാനർ ദാറ്റ് there should be an equal status and equal authority and powers among same line officers. അല്ലെ, എന്താണ് ഈക്വൽ സ്റ്റാറ്റസും ഈക്വൽ അതോറിറ്റിയും അല്ലെ, ഈ ലൈൻ ഓഫീസേഴ്സിന്റെ ഇടയിൽ എന്താണ് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലെ, എന്താണ് ഒരു മാനേജറിന് ഇന്ന് പവർ, ഒരു മാനേജറിന് മറ്റൊരു പവർ, ആ രീതിയിലായിരിക്കാൻ പാടില്ല. അവരുടെ ജോലി മാനേജർ എന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോലി വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് ലൈൻ ഓഫ് അതോറിറ്റി എന്ത് ചെയ്യണം, ഓർഗനൈസിംഗിൽ സെറ്റ് ചെയ്തിരിക്കണം. ഇനി സിംപ്ലിസിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ബി സിമ്പിൾ ആൻഡ് ദ ഹയർ അതോറിറ്റീസ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദെയർ സബോർഡിനേറ്റ്സ്. അല്ലെ, ഇതെന്താണ്, അക്കൗണ്ടബിലിറ്റി മീൻസ് എന്താണ്, ഏതൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ഉത്തരം പറയാനായിട്ട് ചില മാനേജേഴ്സിന് എന്തുണ്ട്, ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയി കൊണ്ട് ഒരു അക്കൗണ്ടന്റ് ജോലി ചെയ്യണം. അപ്പൊ അക്കൗണ്ടന്റ് ജോലി ചെയ്തു, അയാൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ എന്തുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരികയാണെങ്കിൽ ആ മിസ്റ്റേക്സ് വളരെ കൃത്യമായിട്ട് തിരുത്തി കൊടുക്കേണ്ട ചുമതല, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യേണ്ട ചുമതല ആർക്ക് തന്നെയാണ്, ആ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ എംപ്ലോയിക്ക് തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതുപോലെ സിംപ്ലിസിറ്റി ആയിരിക്കണം. അല്ലെ, എന്താണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ആയിരിക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാനേജിംഗ് ഡയറക്ടർ, അയാളുടെ അണ്ടറിൽ ഒരുപാട് ജനറൽ മാനേജേഴ്സ്, ഓരോ ജനറൽ മാനേജറിനായിട്ടുള്ള മാനേജർ, അവരുടെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ്, അവരുടെ അണ്ടറിൽ എംപ്ലോയീസ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്താണ് വളരെ എളുപ്പം നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഓർഗനൈസിംഗുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ഓർഗനൈസിംഗ് മീൻസ്, എന്താണ്, അല്ലെ, ബ്രിങ്ങിങ് ടുഗദർ ഓൾ ദ റിസോഴ്സസ് ടുഗദർ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് all the activities according to the characteristics of each and every activities, and as well as എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അല്ലെ, ഇതിന് അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, ഇതൊക്കെ ഉൾപ്പെട്ട് കിടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്, principle of exception under, principle of flexibility, principle of unit of direction, principle of balance, the scalar principle, principle of efficiency, delegation of authority, principle of responsibility, principle of uniformity, simplicity and accountability. ഇത്തരം കാര്യങ്ങളാണ് ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. അല്ലെ, what do you mean by organization structure? അല്ലെ, എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ, it is designed on the basis of principles of division of labor, and span of management. The success of the organization depends upon the competence and efficiency of the officers. It refers to the arrangement of jobs within an organization. അല്ലെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് മാനേജേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ ജോബുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, and അതുപോലെ എന്താണ് അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ടാസ്ക് ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഗോൾസ്. അല്ലെ, ഓരോ ഗോളും അച്ചീവ് ചെയ്യാനും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ എംപ്ലോയീസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അലോക്കേറ്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഓർഗനൈസേഷണൽ മെമ്പേഴ്സ്. ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അല്ലെ, അതായത്
എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസിനെ ഈ പറഞ്ഞിരിക്കുന്ന പീപ്പിളിനെ ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ എന്താണ് വളരെ കൃത്യമായിട്ട് അവരുടേതായ പൊസിഷൻസിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരവരുടെ പൊസിഷൻസ് കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് അവർക്കൊരു അതോറിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 4 തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ആണ്. ലൈൻ ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, കമ്മിറ്റി ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലൈൻ ഓർഗനൈസേഷൻ? മിലിറ്ററി ഓർ സ്കാലർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്നത് പോലുള്ള ഏറ്റവും ടോപ്പില് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, അവരുടെ അണ്ടറിൽ സിഇഒ ഉണ്ടാവാം, ജനറൽ മാനേജർ ഉണ്ടാവാം, മാനേജർ ഉണ്ടാവാം, ഫോർമാൻ ഉണ്ടാവാം, വർക്കേഴ്സ് ഉണ്ടാവാം അല്ലെ. അതേസമയം ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫങ്ഷണൽ ഏരിയ അല്ലെ. അതായത് ഇവിടെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് വൈസിൽ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവരുടെ എക്സ്പെർട്ടൈസിന്റെ ബേസിൽ എന്ത് ചെയ്യാണ് മാനേജേഴ്സിനെ അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതിന് ഒരു മാർക്കറ്റിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ അയാൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ R&D ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് അങ്ങനെ അതായത് ഒരു ടോപ്പ് മാനേജറുടെ അണ്ടറിൽ ഡിഫറെന്റ് ഫങ്ഷൻസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഫോം ചെയ്യണമെങ്കിൽ അത്തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇവിടെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡിഫറെന്റ് മാനേജേഴ്സ് ഉണ്ടാവും. അങ്ങനെ എന്താണ് ടോപ്പ് മാനേജർ, സിഇഒ, മാനേജർ, ഫോർമാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു കോമ്പിനേഷൻ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന രണ്ടിന്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് 4 രീതിയിലുള്ള 4 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണുള്ളത്. ലൈൻ ഓർഗനൈസേഷൻ, functional organization, line and staff organization, and finally committee organization.